ഈ നാട്ടിലെ പത്രങ്ങളും പാപ്പരാസികളും എന്നെ കുറിച്ച് എഴുതി അർമാദിക്കുന്നത് ആസ്വദിക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ സൈക്കോപാത്ത് അല്ല ഞാൻ. ഗുരുവായൂർ അമ്പലനടയിൽ ഇന്നലെ സിനിമ റിലീസ് ചെയ്തു. പൃഥ്വിരാജ്, ബേസിൽ, നിഖില വിമൽ, അനശ്വര, അങ്ങനെ നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു പടമാണ്. അപ്പൊ ഇന്നലെ എന്റെ കുറെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിടാ വളരെ നല്ല സിനിമയാണ്, പോയി കാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഞാൻ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇന്നലെ രാത്രിയിലത്തേക്ക് 1-2 റിവ്യൂ ഒക്കെ കണ്ട് അപ്പൊ എല്ലാവരും പറയുന്നു ഓക്കെ നല്ല സിനിമ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എന്തായാലും പോയി കാണാമെന്ന് വിചാരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് രാത്രി 11 മണിക്കത്തെ ഷോയ്ക്ക് ഞാൻ പോയി പടം കണ്ടു. അപ്പം പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് വിപിൻ ദാസ്, റിട്ടൺ ബൈ ദീപു പ്രദീപ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സുപ്രിയ മേനോൻ, മുകേഷ് ആർ മേത്ത, CV സാരഥി, സിനിമാറ്റോഗ്രാഫി നീരജ് രവി, എഡിറ്റഡ് ബൈ ജോൺ കുട്ടി, മ്യൂസിക് ബൈ അൻകിത് മേനോൻ. അൻകിത് മേനോന്റെ മ്യൂസിക് ഉണ്ടല്ലോ അപാരം, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇനി ഡീറ്റെയിൽ ആയിട്ട് പടത്തിന്റെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഈ പടം കാണാത്ത ഒരാൾ പോലും എൻ്റെ ഈ വീഡിയോ കാണാനിരിക്കണ്ട. സീരിയസ്ലി ഞാൻ പറയാം, പ്ലീസ് നിങ്ങൾ ഇരിക്കണ്ട. കാരണം എനിക്ക് ഈ പടത്തിനെ പറ്റി പറയാം. കാരണം ഞാൻ ഈ പടം പോയി കണ്ടു. ഞാൻ പാകിസ്ഥാനിലൊന്നുമല്ലല്ലോ ജീവിക്കുന്നത്, ഇന്ത്യയിലല്ലേ. എനിക്ക് നഷ്ടം തോന്നി ഒരു പടം കണ്ടപ്പോൾ, എനിക്ക് എൻ്റെ പൈസ നഷ്ടം തോന്നി എന്നൊരു ഫീൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ പടത്തിനെ പറ്റി സംസാരിക്കാം എന്നൊരു ബോധം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആ പടം കണ്ട് എൻ്റെ സമയം പോയി എന്ന് വേണമെങ്കിൽ ഞാൻ പറയത്തില്ല. കാരണം എൻ്റെ പൈസ നഷ്ടം വന്നെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം പടം കണ്ട 2.5 മണിക്കൂർ ആ സമയം പോയി, എൻ്റെ സമയം പോയി കിട്ടി. ഞാൻ അറിഞ്ഞു പോലുമില്ല. ഇന്റർവെല്ലിൽ ഞാൻ കുറെ റിവ്യൂ മറ്റേ കമന്റ് ഒക്കെ കണ്ടിരുന്നു. ഫസ്റ്റ് ഹാഫിന് ശേഷം പടം ഭയങ്കര ലാഗാണ്. എനിക്കൊരു ലാഗും ഫീൽ ചെയ്തിട്ടില്ല. 2.5 മണിക്കൂർ 2.5 മണിക്കൂർ ഞാൻ അതിനകത്തിരുന്നു, എൻ്റെ സമയം പോയി. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു കോമഡി, ഇപ്പൊ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി കുറെ കാലത്തിന് ശേഷമാണ് ഒരു കോമഡി പടത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ചെയ്തു വെച്ചിരിക്കുന്ന കോമഡികൾ നമുക്ക് കാണുന്നുണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അതിഗംഭീരം എന്നൊന്നും പറയാനില്ല. ബേസിൽ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി, ഈ പടത്തിന്റെ ബേസ് ചെയ്ത് ഇപ്പൊ കുറെ ഇന്റർവ്യൂകൾ ഞാൻ കണ്ടു. ആ ഒരു ഇന്റർവ്യൂകളിൽ ബേസിൽ അടിക്കുന്ന കോമഡികളുണ്ട്. ആ ഒരു കോമഡിയുടെ ഒന്നും 7 അയലത്ത് ഈ സിനിമയിലെ കോമഡികൾ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എനിക്ക് പേഴ്സണലി ഒരു പരിധിയിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഭയങ്കര ഗംഭീര പടം. ഈ പുറത്തൊക്കെ പറയുന്ന കണക്ക് PR ഒക്കെ ചെയ്ത് മറ്റേ ഇത്രയും പ്രൊമോഷനൊന്നും പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ പൃഥ്വിരാജോ ബേസിലോ ഒന്നും വന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് സോഷ്യൽ മീഡിയയിൽ മറ്റേ ഗംഭീരം, അതിഗംഭീരം, സൂപ്പർ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന തള്ളലുണ്ടല്ലോ, അതൊന്നും എനിക്ക് ഈ പടത്തിൽ തോന്നിയില്ല. യോഗി ബാബു എന്ന് പറയുന്ന ഒരു തമിഴ് ആക്ടർ, ഒരു കൊമേഡിയനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പടത്തിൽ. എന്തിനാണ് യോഗി ബാബു എന്നുള്ളൊരു സാധനമൊക്കെ എനിക്ക് തോന്നി. കാരണം യോഗി ബാബുവിനൊക്കെ ഒരു ക്ലാസ് ഉണ്ട്. ഒരു കോമഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പുള്ളി അഭിനയിച്ച് തകർക്കുന്ന ഒരു മനുഷ്യനാണ് തമിഴിലെ പല പടത്തിലും. ഇവിടെ വന്നിട്ട് പുള്ളിക്ക് ആദ്യം ഒരു പടത്തിലേക്ക് ഒരു ചാൻസ് കൊടുത്തപ്പോൾ, മലയാളത്തിലൊരു ഓപ്പൺ കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്തുള്ള കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയും ചെയ്യുന്ന എനിക്കത്ര ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ, സീരിയസ്ലി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വിപിൻ ദാസിന്റെ ഡയറക്ഷനിൽ നമ്മുടെ ക്യാമറാമാന്റെ പേരെന്തായിരുന്നു? നീരജ് രവിയുടെ 1-2 ഷോട്ടൊക്കെ ഉണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക്. അതൊക്കെ അതിഗംഭീരമായിരുന്നു, സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്യാമറ ഒക്കെ ചെയ്തിരിക്കുന്നത് കൊള്ളാം. പിന്നെ നിഖില വിമലിലേക്ക് വന്നാൽ, നിഖിലയൊക്കെ എന്തിനാണ് ഈ പടത്തില്? എനിക്ക് അങ്ങനെ തന്നെ തോന്നി. പിന്നെ എന്തിനാണ് കുറച്ചും കൂടെ നീറ്റായിട്ട് അതിനകത്തൊരു ഡെപ്തിലേക്ക് ഇറങ്ങിപ്പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ രാജുവേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് രാജുവേട്ടന്റെ നമ്മുടെ ബ്രോഡാഡി എന്ന് പറയുന്ന പടത്തിൽ നിഖിലയ്ക്ക് ഒരു ചെറിയൊരു ക്യാമിയോ അപ്പിയർ റോൾ ഉണ്ട്. അതായത് ലാസ്റ്റ് പടം തീരുമ്പോഴത്തേക്ക് ഒരു കുട്ടിയെയും കൊണ്ട് ഒരു നേഴ്സ് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിന് ഇച്ചിരി ക്യൂട്ടായിട്ടുള്ള ഒരു മാലാക ഫേസ് ഉള്ള ഒരു നായിക വേണമായിരുന്നു. സോ അതുകൊണ്ടാണ് നിഖില അതിനകത്ത് കാസ്റ്റ് ചെയ്തത്. ഈ ഒരു പടത്തിലേക്കും നിഖിലയുടെ നമ്മൾ നേരിട്ട് നിഖിലയെ കണ്ടവർക്കും അറിയായിരിക്കും, നിഖിലയുടെ കുറച്ച് ഭാവങ്ങളുണ്ട്, മറ്റേ ഇച്ചിരി ക്രൂര ഭാവങ്ങളൊക്കെ മുഖത്ത് വരുന്നത്. സോ അങ്ങനെയുള്ള ഒരു കുറച്ച് സാധനങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമാണോ നിഖില ഈ പടത്തിൽ കാസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നായിക എന്ന് പറഞ്ഞാൽ 2 നായികമാരുണ്ട്. അനശ്വരയൊക്കെ നായിക തന്നെയാണ്. അനശ്വരയാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ ഒരു പടത്തിൽ നിഖിലയെക്കാട്ടിലും റോൾ ഉള്ളത്, ഡയലോഗ്സ് ഉള്ളത്. നിഖിലയ്ക്ക് ഈ ക്ലൈമാക്സിലൊക്കെ ഒരു പ്രധാന ഒരു റോള് തന്നെ നമ്മുടെ നിഖിലയ്ക്കുണ്ട്. പക്ഷെ അത്രയും പ്രധാനമായിട്ടൊരു റോൾ ചെയ്യുന്ന ഒരാൾക്ക് ക്ലൈമാക്സിൽ ഒരു ഡയലോഗ് പോലും ഇല്ല. അതൊക്കെ ഞാൻ ഇങ്ങനെ എന്താണ് ഈ പരിപാടി കാണിച്ചു വെച്ചേക്കുന്നത് എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി. പിന്നെ നല്ല ക്ലീശ കോമഡികളാണ്. പിന്നെ 1-2 സ്ഥലത്ത് കോമഡികളുണ്ട്, നല്ല കോമഡികളുണ്ട്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ക്ലീശ കോമഡികൾ. ആ ഒരു സാധനം തന്നെ പറയണം. എനിക്ക് അത്ര അതിഗംഭീര കോമഡി പടം എന്ന് ഞാൻ വീണ്ടും പറയുക, എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല.
സീരിയസ്ലി. പിന്നെന്താ പറയണ്ടേ, പിന്നെ വേറെ കുറെ കോമഡി താരങ്ങളുണ്ട്. നമ്മുടെ മുകേഷ് ചേട്ടൻ, നമ്മുടെ ജഗദീഷ് ചേട്ടനുണ്ട്. അപ്പൊ ജഗദീഷ് ചേട്ടനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പുള്ളിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ബൈജു ചേട്ടനൊക്കെ സൂപ്പർ ആയിരുന്നു. ബാക്കി കോമഡി തരമായിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ രോമാഞ്ചത്തിലെ, ഞാൻ അയാളുടെ പേര് മറന്നുപോയി, ഞാൻ പേര് പറഞ്ഞുതരാം. സിജു എന്നല്ല, എന്തായിരുന്നു പുള്ളിയുടെ പേര്, അയ്യോ വൺ സെക്. അപ്പൊ പുള്ളി അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. യോഗി ബാബു മാത്രമൊന്നുമല്ല, കോമഡി ഒക്കെ ചെയ്ത് നമ്മുടെ സാഫ് ബോയ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ അതിഗംഭീരം എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടല്ല പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോമഡി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരം ചിരിക്കാമല്ലോ എന്നുള്ളൊരു സാധനം കൊണ്ടാണ് ഞാൻ പോയത്. പക്ഷെ ചിരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരിച്ചു, പക്ഷെ വിചാരിച്ച രീതിയിലുള്ള ഒരു കോമഡി ഒന്നും അല്ലായിരുന്നില്ല. ആ സ്പോട്ടിൽ അത് കേട്ടപ്പോഴത്തേക്ക് എന്തോ എവിടെയോ ഒരു ചിരി വന്നെങ്കിലും അത്ര മറ്റേ ഗംഭീര സാധനം, ഞാൻ വീണ്ടും അതാ പറയുന്നത്, എനിക്ക് അത്ര ഗംഭീരമായിട്ടുള്ള ഒരു പടമായിട്ടൊന്നും തോന്നിയില്ല. ഒരു കുഞ്ഞു പടം. പിന്നെ പൃഥ്വിരാജിന് ഇതൊരു എന്താ, ഈ ഒരു വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് കുറെ നാൾ ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ഉണ്ട്. പക്ഷെ ബേസിലിന്റെ അത്ര വലിയ, ബേസിൽ ഇതിനെക്കാട്ടിലും നല്ല സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പുള്ളിയുടെ എന്താ നമ്മുടെ ഈ ഇന്റർവ്യൂലുള്ള ആ ഒരു കോമഡി സാധനങ്ങളുണ്ടല്ലോ സ്പോട്ടിലുള്ള, അതൊക്കെയാണ് ഇതിനെക്കാട്ടിലും ബെറ്റർ. പിന്നെ കുറെ ഇതിനകത്ത് കാണിക്കുന്ന കുറെ കോമഡികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ കാണിക്കുന്ന കുറെ സാധനങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ സിജു സണ്ണിയുടെ പേരാണ് ഞാൻ മറന്നുപോയത്. സിജു സണ്ണിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു പാർട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ അമ്മയൊക്കെ ആയിട്ട് വരുന്ന നമ്മുടെ പഴയ നടി രേഖയും അവരെല്ലാവരും അവരുടെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവരുടെ ഒരു സാധനം ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് ആകെ തോന്നിയത് നിഖില വിമലിനൊന്നും ചെയ്യാൻ അതിനകത്ത് ഇല്ലല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഈ കോമഡി എല്ലാവരും കൊടുക്കുന്ന അത്രയ്ക്ക് ഹൈപ്പുള്ള ആ ഒരു കോമഡി എലമെന്റ് ഒന്നും എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയില്ല. പിന്നെ ആവശ്യമില്ലാതെ പടം ഓടിക്കോട്ടെ, ഞാൻ വീണ്ടും പറയാണ്, എല്ലാ മലയാള സിനിമകളും ഓടണം. ഇന്നലെ അതിന്റെ കൂട്ടത്തിൽ തന്നെ വേറെ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാ സിനിമകളും ഓടണം, ഇതും ഓടണം. പക്ഷെ ആവശ്യത്തിലധികം ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കൊടുത്ത് മറ്റേ എടുത്ത് വെക്കാതിരിക്കുക. ഇപ്പൊ ഇന്നലെ തൊട്ട് പടം കഴിഞ്ഞിറങ്ങിയിട്ട് വൻ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് രാവിലെ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കുറച്ച് സാധനങ്ങൾ കണ്ടു. അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിത് ഇന്നലെ കണ്ടതായിരുന്നു, ശ്രദ്ധിച്ചില്ല, ഇന്നാണ് കണ്ടത്. അത് എവിടെ വെച്ച് തരാം. ഒരു പഴയ സിനിമ കാസ്റ്റ് ഇട്ട് കണ്ടതുപോലെ കണ്ട സീനുകളും പണ്ട് കണ്ട കഥയും പഴയ കോമഡിയും എല്ലാം ഉണ്ട്. ആളുകൾ എന്തിനാണ് തള്ളുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എനിക്കും ആ ഒരു സാധനം മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തിനാണ് ഒരു പരിധിയിൽ കൂടുതൽ ഇരുന്ന് ഈ തള്ളിമറിച്ച് സോഷ്യൽ മീഡിയയിൽ തള്ളിമറിച്ച് സിനിമ കാണാൻ ആൾക്കാരെ കേട്ടിട്ടുണ്ട്? ആ ഒരു പരിപാടിയുടെ ആവശ്യമില്ല. ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടവർ വീണ്ടും പോയി കാണട്ടെ. അല്ലാതെ ഈ തള്ളി മറിച്ചിട്ട് വെറുതെ ആൾക്കാരെ അതിനകത്തോട് തിയേറ്ററിലേക്ക് കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ചില ഈ റിവ്യൂവേഴ്സിനോടാണ്. ചില നല്ല കുറെ റിവ്യൂവേഴ്സ് വരെ ഈ പടത്തിനെ മറ്റേ അങ്ങ് പൊക്കി അടിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. എനിക്കും അവര് വേറെ കുറെ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സിനിമകളെ മറ്റേ താത്തി കിട്ടുന്നതും ഞാൻ കണ്ടു. സോ അങ്ങനെയുള്ളവർ എന്താണ് പൈസ മേടിച്ചിട്ടാണോ ഈ ചെയ്യുന്നത്? നാട്ടുകാർ പറയുന്നതാണെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ല. അടുത്തൊരെണ്ണം ആറാട്ടണ്ണൻ, കോക്ക്, ഇവർ രണ്ടുപേരുമാണ് ജെന്യുവിൻ റിവ്യൂവേഴ്സ്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടാത്തത് എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ അവർക്ക് അതിന് പിന്നിൽ പറയാനുള്ള റീസൺ ജെന്യുവിൻ ആണ്. അപ്പം അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അടുത്തത്, ഞാൻ പടം കണ്ടതാണ്. ആറാട്ടണ്ണൻ പറഞ്ഞത് കാര്യമാണ്. കുറെ ക്രിഞ്ച് സീൻസ് ഉണ്ട്. പിന്നെ കല്യാണത്തിന് മുമ്പുള്ള ആ പാട്ട് കേട്ടിട്ട് ഇറങ്ങി ഓടാൻ തോന്നി. അയ്യോ, ആ ഒരു സാധനം ഇറങ്ങി ഓടാനൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പാട്ടൊന്നും കേട്ടിട്ട്. ആ യോഗി ബാബുവിനെയൊക്കെ ഇറക്കിയത് എന്തിനാണെന്ന് കൂടി മനസ്സിലാവുന്നില്ല. ജസ്റ്റ് എന്നെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഞാനും എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇതിനകത്ത് ഒരു കാര്യം മാത്രം, പാട്ട് കേട്ടിട്ട് ഇറങ്ങി ഓടാൻ തോന്നി. ഞാൻ പറഞ്ഞില്ല, മെയിൻലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ആണ്. പടത്തിന്റെ പല സ്ഥലത്തും കൊടുത്തിരിക്കുന്നത് അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പാട്ടിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തൊക്കെയാണെങ്കിലും എന്റെ അഭിപ്രായം അടിപൊളിയായിരുന്നു. പിന്നെ പറയുന്നത് യോഗി ബാബുവിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങളോട്. എനിക്ക് തോന്നിയൊരു കാര്യം, എന്തിനാണ് ആ മനുഷ്യനെയൊക്കെ വെറുതെ ഇതിനകത്ത് കൊണ്ടിട്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല രീതിയിൽ കോമഡി ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹമൊക്കെ, പുള്ളിയൊക്കെ വെറുതെ ഇതിനകത്ത് കൊണ്ടിട്ട് നശിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ആറാട്ടണ്ണന്റെ റിവ്യൂ ഒന്നും ഞാൻ കണ്ടില്ല. ആറാട്ടണ്ണൻ എന്താ പറഞ്ഞതെന്നും എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ പറയുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ആറാട്ടണ്ണൻ പറഞ്ഞത് ശരിയാണെന്നൊക്കെ, അതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാനുള്ള എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഇതാണ്. വെറുതെ പാതിരാത്രിയിൽ കാശും കളഞ്ഞ് പോയി ഭ്രാന്ത് കാണിച്ചാണൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ആവശ്യമൊന്നും എനിക്കില്ലായിരുന്നു. വെറുതെ എന്റെ സോക്കേട്, വെറുതെ ചുമ്മാ പോയി സമയം കളഞ്ഞതുപോലെ, അല്ല കാശ് കളഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് എഡിറ്റ് ചെയ്യാൻ ഇട്ടപ്പോഴാണ് ഞാൻ മെയിൻ ഒരു പോയിന്റ് പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് അപ്പൊ തന്നെ ഞാൻ എഡിറ്റിംഗ് എടുത്താൽ വീണ്ടും വീഡിയോ എടുക്കായിരുന്നു. അതായത് ഈ പടം, ഈ ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ
ഈ ഒരു പടം ക്ലൈമാക്സ് ഒക്കെ എത്താറാവുമ്പോഴത്തേക്ക് പഴയ പൃഥ്വിരാജിന്റെ ഒരു പടം നന്ദനം എന്ന് പറയുന്ന ഒരു പടവുമായിട്ട് കണക്ട് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ ഇവിടെ കാണിക്കും. ഞാനപ്പോ ആലോചിച്ചു എന്ത് വൃത്തികേടാണ് ഇവര് കാണിച്ചു കൂട്ടുന്നത്. അത് കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കുറെ ക്രിഞ്ച് സാധനങ്ങളെ കൊണ്ട് കയറ്റി. അതിനകത്തെ മെയിൻ ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നന്ദനം എന്ന് പറയുന്നതിനകത്ത് കൃഷ്ണനായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ, കൃഷ്ണന്റെ ക്യാരക്ടർ ചെയ്യുന്ന ഒരാളുണ്ട്. അയാളെയൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നേക്കുന്നു. എന്തിനാണ്? ഒരു കാര്യവുമില്ലാതെ പുള്ളി അതിനകത്ത് കുത്തിക്കയറ്റിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് പുള്ളി പോകുന്നതാണ് എനിക്ക് തോന്നിയത്. അത് എന്താണെന്ന് പോലും ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പുള്ളി അത് കഴിഞ്ഞിട്ട് ഒരു വേറൊരു സാധനം കാണിക്കുന്നുണ്ട്. എങ്ങനെ നമുക്കൊരു പരിധി കൂടുതൽ ഇപ്പൊ ഏതെങ്കിലുമൊക്കെ പൊട്ടന്മാർ വന്ന് കയറും ഈ റിവ്യൂ കണ്ടിട്ട് മാത്രം സിനിമയ്ക്ക് പോകാനിരിക്കുന്നവന്മാർ. സോ അവന്മാരുള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു പരിധിയിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്ക സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് എനിക്കത് പറയാനും പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയാണ്. എന്നാലും മാക്സിമം ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ പറയുകയാണ്, പടം കാണാതെ ഒരാളും വന്നിരുന്ന് കാണണ്ട എന്റെ റിവ്യൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പടം കഴിഞ്ഞപ്പം തോന്നിയ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഈ കാണുന്നവർക്കും പടം കണ്ടിറങ്ങിയവർക്കും ആർക്കെങ്കിലും ഒക്കെ ഇത് തോന്നിയിട്ടുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ അതുകൊണ്ട് തന്നെ പടം കാണാത്തവർ വന്നിരുന്ന് കണ്ടിട്ട് വലിയ കാര്യമില്ല. എന്നാലും ഞാൻ കുറച്ചും കൂടെ ഒരു മൈന്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് തരാം. ഈ പടം എൻഡിങ്ങിൽ ഒരു സാധനത്തെ കാണിക്കുന്നുണ്ട്. ഒരു സാധനം, അത് കൃഷ്ണനായിട്ട് നമുക്ക് പൃഥ്വിരാജിന് ആ സാധനത്തിനെ തോന്നുന്ന ഒരു അങ്ങനെയൊക്കെ ഇത് കാണിക്കുന്നത് ലാസ്റ്റ് എൻഡിൽ. അപ്പൊ ആ സാധനവും ഈ വ്യക്തിയും ഒക്കെ ഒന്നായിട്ടൊക്കെയാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊക്കെയാണോ പോകുന്നത്? എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആക്കി. പിന്നെ കൺഫ്യൂസ്ഡ് ആവാനുള്ളൊരു കാര്യം, അനാവശ്യമായിട്ടുള്ള ഒരു ഷോട്ടും ഒരു പാറ്റേൺ ആയിരുന്നു ആ ലാസ്റ്റ് കൊണ്ട് അവർ കയറ്റിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം ഏറ്റവും നന്നായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ നന്ദനം, അതിനെ ഈ ഒരു പടത്തിലേക്ക്, അത് വേറൊരു ജോണറാണത്. ഒരു സ്പിരിച്വൽ പരിപാടിയൊക്കെ കാണിക്കുന്ന അങ്ങനെ ദൈവമുണ്ട് എന്നുള്ളൊരു സാധനമൊക്കെ കാണിക്കുന്ന ഒരു പടം അങ്ങനെ വേറെ രീതിയിൽ ചെയ്തു വെച്ചിട്ട് ഒരു കോമിക് സിനിമയിലേക്ക് ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത് കളിയാക്കുവാണോ അതോ ശരിക്കും പുള്ളിക്ക് തോന്നിയാണോ പൃഥ്വിരാജിന് എന്നുള്ളൊരു ഡൗട്ടിലേക്ക് സത്യം പറഞ്ഞ എത്തി കേട്ടല്ലോ. അതുപോലെ തന്നെ അതിന്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു. പിന്നെ അതിനെ ഇപ്പൊ ആ ഒരു വസ്തുവിനെ കാണിച്ചിട്ട് അത് പൃഥ്വിരാജിന് അങ്ങനെ തോന്നിയെന്ന് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോമിക് ആക്കാം. ഓക്കെ, കോമിക് ആക്കിക്കോട്ടെ. പക്ഷെ അതിന് മുമ്പ് ആ ഒരു വ്യക്തിയെയും കൂടെ കാണിച്ചിട്ടുണ്ട്. ആ വ്യക്തിയെ ബാക്കിയുള്ളവർക്ക് കാണാനും പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ അവിടെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പിന്നെ പൃഥ്വിരാജിന്റെ ആ ഒരു ഫേസ് എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ആൾക്കാർ ചിരിക്കുന്നുണ്ട് തിയേറ്ററിൽ. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു സാധനം എനിക്ക് പേഴ്സണലി മനസ്സിലായില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നമ്മുടെ കണക്ടിവിറ്റി, ലൈക്ക് പല സ്ഥലത്ത് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിനകത്ത് ഒരു കോമഡി ആർട്ടിസ്റ്റ് നമ്മുടെ പൃഥ്വിരാജിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഒരു കൈനോട്ടക്കാരനായിട്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അതൊരു കൈനോട്ടക്കാരൻ വന്നത് കോമഡി ആക്കി പോകുന്ന ഒരു സ്ഥാനമാണ്. ഓക്കെ, അത് പിടിക്കും. അയാളെ ലാസ്റ്റ് അയാൾ ഉടായ്പാണെന്ന് ആ ഒരു ഷോട്ടിൽ ആ ഒരു സീനിൽ പിടിച്ച് കാണിച്ചിട്ടാണ് ഇയാൾ പോകുന്നത്. പക്ഷേ അത് അനശ്വര വരുന്നു. അപ്പൊ എങ്ങനെ ആ സീൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റത്തില്ല, അതാണ് ഒരു പ്രശ്നം. പക്ഷെ അതിനകത്ത് ഞാനൊരു പോയിന്റ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതിനകത്ത് ഈ കൈനോട്ടക്കാരൻ വരുമ്പോഴത്തേക്ക് ഈ കൈനോട്ടക്കാരൻ്റെ ഒരു ഐഫോൺ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോ ഒരു കൈനോട്ടക്കാരൻ ഐഫോണും കൊണ്ട് വരുമ്പോഴേ നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉടായ്പാണെന്ന്. അതൊന്നും മനസ്സിലാവാതെ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഈ സ്ക്രീനിൽ ആ ഒരു സ്പേസിലുണ്ടായിരുന്ന പൃഥ്വിരാജ് ആണെങ്കിലും അവർക്ക് ആർക്കും അത് മനസ്സിലാവാതെ കുറച്ച് കഴിഞ്ഞാൽ അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടാണ് അയാൾ ഓടിപ്പോകുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്, അത് മറ്റേ ആഴ്ന്നിറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് സാധനങ്ങളാണ്, വേണ്ട വിട്ടേക്ക്. പക്ഷെ എന്നാലും ടോട്ടലി എനിക്ക് ഈ ഒരു സിനിമ അത്ര ഗംഭീര അനുഭവമൊന്നും അല്ല. ഇതിനെക്കാട്ടിലും നല്ല സിനിമകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പൃഥ്വിരാജിന്റെ കുറെ കാലത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു വെറൈറ്റി സാധനം. ബേസില് ഈ പടത്തിനകത്ത് ബേസിലിന്റെ കോമഡി കാണുന്നതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ബേസിൽ ഈ പടത്തിന്റെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ കാണിച്ച കോമഡികൾ കാണാനായിരുന്നു. കാരണം പടത്തിനകത്ത് അത്ര വലിയ ഗംഭീരം ഒന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ, എന്ത് മനോഹരമായ നാടാണ്.